മുല്ലപ്പെരിയാർ ഡാമിൽ നിലവിൽ ആശങ്കയില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. അനാവശ്യ പ്രചാരണങ്ങൾ ഒഴിവാക്കണം. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്നതാണ് സർക്കാരിന്റെ നിലപാട്. ഡാം തുറക്കേണ്ടി വന്നാൽ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കും. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യും. പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ജലനിരപ്പ് മുല്ലപ്പെരിയാറിൽ ഉയർന്നു വരികയും റൂൾ കർവിന് അപ്പുറത്തോട്ട് വെള്ളം ഉയർന്നു വന്നാൽ അത് സ്പില്ല് ചെയ്യേണ്ടത് ഇടുക്കി ഡാമിലേക്കാണ്. അങ്ങനെ ഇടുക്കി ഡാമിലേക്ക് വെള്ളം കൂടുതലായി വന്നാൽ അഫക്റ്റ് ചെയ്യപ്പെടുന്ന ഏരിയയിലെ ആൾക്കാരുടെ സുരക്ഷയെ ഉറപ്പുവരുത്തി ചെയ്യേണ്ട നടപടിക്രമങ്ങളാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. ഇതെല്ലാ കാലഘട്ടത്തിലും നമ്മൾ ചെയ്യാറുണ്ട്. മുല്ലപ്പെരിയാറിലെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ കലക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിലാണ് മന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയത്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യം. ഇക്കാര്യത്തിൽ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇത് സംബന്ധിച്ച് തമിഴ്നാടും കേരളവും തമ്മിൽ കേസ് നിലവിലുണ്ട്. പരമോന്നത നീതിപീഠത്തിന്റെ ശുഭകരമായ ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ഇക്കാര്യം കോടതിക്ക് പുറത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കാനാവുമോ എന്നതും പരിശോധിക്കും. ഡാം മാനേജ്മെന്റ് സംവിധാനം കാര്യക്ഷമമായി നടപ്പാക്കണം. ഇതിനായി ഉദ്യോഗസ്ഥതല ഏകോപനം കൂടുതൽ ശക്തിപ്പെടുത്തും. സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകും. അനാവശ്യ ഭീതി പരത്തുന്ന ബ്ലോഗർമാരെ നിയന്ത്രിക്കും. ആശങ്കപ്പെടേണ്ട ഒരു കാര്യവും നിലവിലില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോഴത്തെ നിലയനുസരിച്ച് ഇത്ര ആശങ്കകളൊന്നും തന്നെ തോന്നിക്കുന്നില്ല. സീ ലെവലിൽ നിന്ന് ഇന്നത്തെ സ്ഥിതിയിൽ 791.78 മീറ്ററാണ് ഇന്നത്തെ ജലനിരപ്പ്. ഒരു വാർണിംഗ് സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ പോലും 794.2 മീറ്റർ ആണ് നമുക്ക് വേണ്ടത്. ഡേഞ്ചറസ് ആണെങ്കിൽ 795 സംതിങ്ങാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സുരക്ഷാ മുൻകരുതലുകൾ സംബന്ധിച്ച മുന്നൊരുക്ക പദ്ധതി തയ്യാറാക്കാനും ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ നൽകാനും ജില്ലാ കളക്ടറെ യോഗം ചുമതലപ്പെടുത്തി. പഞ്ചായത്ത് തല ജാഗ്രതാ സമിതികൾ ഉടൻ വിളിച്ചു ചേർക്കും. വണ്ടിപ്പെരിയാറിൽ വാഴൂർ സോമൻ MLA-യുടെ അധ്യക്ഷതയിലായിരിക്കും യോഗം ചേരുക. ഡാം സേഫ്റ്റി സമിതി യോഗങ്ങൾ കൃത്യസമയത്ത് ചേർന്ന് വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിനും യോഗം തീരുമാനിച്ചു. ഡീൻ കുര്യാക്കോസ് MP, MLA-മാരായ വാഴൂർ സോമൻ, A. രാജ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബീനു, ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി, ADMB ജ്യോതി, മറ്റ് ജില്ലാതല വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 ഇടുക്കി. ശിരൂരിൽ ഗംഗാവലി പുഴയിൽ നാളെ നാവികസേന പരിശോധന നടത്തും. ട്രക്കിന്റെ സ്ഥാനം കൃത്യമായി കണ്ടെത്താൻ സോണാർ പരിശോധനയാണ് നടത്തുക. നാവികസേന മാത്രമായിരിക്കും പരിശോധനയ്ക്ക് ഉണ്ടാവുക. ഇന്നും നാവികസേനയുടെ പരിശോധന നടത്തിയിരുന്നു. പുഴയുടെ ഒഴുക്കടക്കമുള്ളവയാണ് പരിശോധിച്ചത്. അതിജീവന പാതയിൽ വയനാട്. ഇതിന്റെ മലയാളം എന്നുയിരിന്റെ താളം തോളോടു തോൾ ചേരും മലയാളമേ, നെഞ്ചം നിറയ്ക്കുന്ന അഭിമാനമേ, കൂടപ്പിറപ്പെന്ന വരദാനമേ, ഉലകെങ്ങും പുകഴ് പെറ്റ ഒരു നാമമേ, അവരന്റെ ഉയിരിനെ ദൈവമായി കാക്കുന്ന ഒരു മതൻ മണ്ണെന്റെ മലയാളമേ. ഇതെന്റെ മലയാളം, ഇതെന്റെ അടയാളം, എന്റെ മലയാളം, എന്നുയിരിന്റെ താളം, ഇതെന്റെ മലയാളം, എന്റെ അടയാളം, എന്നുയിരിന്റെ താളം, ഇതെന്റെ മലയാളം, താങ്ങായി മാറും നമ്മൾ തോളോടു തോൾ ചേരും അടയാളം, എന്നും കൈതാങ്ങും പുണ്യമെൻ മലയാളം, എന്റെ മലയാളം, ഇതെന്റെ അടയാളം, ഇതെന്റെ മലയാളം. വയനാട്ടിൽ ഇന്നത്തെ തിരച്ചിൽ അവസാനിച്ചു. ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർ വാടക വീട് സ്വയം കണ്ടെത്തുകയാണെങ്കിൽ സർക്കാർ വാടക നൽകുമെന്ന് മന്ത്രി K. രാജൻ അറിയിച്ചു. ബന്ധുവീട്ടിൽ നിൽക്കുന്നവർക്കും വാടകയ്ക്ക് തുല്യമായ തുക നൽകാം. ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ദുരന്ത മേഖലയിലെത്തി. 5 പേരാണ് സംഘത്തിലുള്ളത്. നാളെ മുതൽ പരിശോധന തുടങ്ങും. നിലമ്പൂരിൽ നിന്ന് ഒരു ബോഡിയും 2 ബോഡി പാർട്സുമാണ് ഇന്ന് നമുക്ക് റിക്കവർ ആയിട്ടുള്ളത്.
ഒന്ന് ബോഡി പാർട്സ്, ഒന്ന് നിലമ്പൂരിൽ നിന്നാണ്, ഒന്ന് വയനാട് പ്രദേശത്തു നിന്നാണ്. അങ്ങനെ 53 മൃതശരീരങ്ങളും 203 ബോഡി പാർട്സും ഉൾപ്പെടെ 256 ശരീരഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇനിയും തിരിച്ചറിയാൻ കഴിയാത്ത വിഭാഗത്തിൽപ്പെടുന്നതാണ്. നഷ്ടമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ വിതരണം ചെയ്തു വരികയാണ്. 878 ബെനിഫിഷ്യറീസിനായി 1162 സർട്ടിഫിക്കറ്റുകൾ ഇതിനകം നമുക്ക് നൽകാനായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ കണക്കുകൾ. നാളെയും ഡൌൺ സ്ട്രീമിലുള്ള തെരച്ചിൽ തുടരണം എന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് കെ.സി. വേണുഗോപാൽ. പ്രത്യേക പാക്കേജ് അനുവദിക്കണം. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇതിൽ രാഷ്ട്രീയം കലർത്താതെ യോജിച്ച് നിൽക്കണം. രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചാൽ അവർക്ക് തന്നെ ദോഷമാകുമെന്നും കെ.സി. വേണുഗോപാൽ. കേരളം പ്രതീക്ഷിക്കുന്നത് കൃത്യമായിട്ടും ഒരു സമ്പൂർണ്ണ പാക്കേജ് വയനാടിന്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി അടിയന്തരമായി പ്രഖ്യാപിക്കുന്നുള്ളതാണ്. ദേശീയ ദുരന്തമാക്കണമെന്നുള്ളത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ലോക്സഭയിൽ ആവശ്യപ്പെട്ടതാണ്. കേരളത്തിന്റെ ഗവൺമെന്റ് എഴുതിയതാണ്. ഇത് രണ്ടും നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അത് കേരളം കാത്തിരിക്കുന്ന കാര്യമാണ്. അധികം വൈകാതെ അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റായാലും സംസ്ഥാന ഗവൺമെന്റായാലും രാഷ്ട്രീയം കലർത്താതെ എല്ലാവരും യോജിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങൾ നടത്തി പൂർത്തിയാക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ എവിടെയെങ്കിലും രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചാൽ അത് അവർക്ക് തന്നെ ദോഷമായിട്ട് ഭവിക്കത്തേ ഉള്ളൂ. മാത്രമല്ല ഈ പാക്കേജിനെ തന്നെ അത് ദോഷമായിട്ട് ബാധിക്കും. അതുകൊണ്ട് അത് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെ വായ്പക്കാരിൽ മരണപ്പെട്ടവരുടെയും വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളും. ബാങ്ക് ഭരണസമിതി യോഗമാണ് ഇക്കാര്യം തീരുമാനിച്ചത്. കേരള ബാങ്ക് 50 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു. കേരള ബാങ്കിലെ ജീവനക്കാർ സ്വമേധയാ 5 ദിവസത്തെ ശമ്പളം കൂടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. വയനാട്ടിൽ കനത്ത മഴ. 3 മണിക്കൂറിനിടെ 100 മില്ലിമീറ്റർ മഴ പെയ്തു. കടച്ചിക്കുന്ന്, വടുവൻചാൽ മേഖലകളിലാണ് മഴ തുടരുന്നത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നാളെ 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 8 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കാസർഗോഡ് ഒഴികെയുള്ള 8 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. ദുരന്ത സാധ്യത മേഖലയിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നാണ് നിർദ്ദേശം. തമിഴ്നാട് തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക് തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ്. തോളോടു തോൾ ചേരും മലയാളമേ, നെഞ്ചം നിറയ്ക്കുന്ന അഭിമാനമേ, കൂടപ്പിറപ്പെന്ന വരദാനമേ, ഉലകെങ്ങും പുകഴ് പെറ്റ ഒരു നാമമേ, അവരന്റെ ഉയിരിനെ ദൈവമായി കാക്കുന്ന ഒരു മതൻ മണ്ണെന്റെ മലയാളമേ. ഇതെന്റെ മലയാളം, ഇതെന്റെ അടയാളം, എന്റെ മലയാളം, എന്നുയിരിന്റെ താളം. ഇതെന്റെ മലയാളം, എന്റെ അടയാളം, എന്നുയിരിന്റെ താളം. ഇതെന്റെ മലയാളം, താങ്ങായി മാറും. നമ്മൾ തോളോടു തോൾ ചേരും അടയാളം, എന്നും കൈതാങ്ങും പുണ്യമെൻ മലയാളം. എന്റെ മലയാളം, ഇതെന്റെ അടയാളം, ഇതെന്റെ മലയാളം.
മര്യനാട് വീണ്ടും തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മര്യനാട് വെട്ടത്തുറ സ്വദേശി അത്തനാസാണ് മരിച്ചത്. ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു. കഴിഞ്ഞ 3 ആഴ്ചയ്ക്കിടെ ഉണ്ടായ 4ാമത്തെ അപകട മരണമാണിത്. രാവിലെ 6:30-നായിരുന്നു അപകടം. 12-അംഗ സംഘമാണ് മര്യനാട് നിന്നും മത്സ്യബന്ധനത്തിന് പുറപ്പെട്ടത്. ശക്തമായ തിരയിൽപ്പെട്ട് ഇവരുടെ വള്ളം മറിയുകയായിരുന്നു. മര്യനാട് സ്വദേശിയായ അരുൾദാസന്റെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് അപകടത്തിൽപ്പെട്ട് കീഴ്മേൽ മറിഞ്ഞത്. വീഴ്ചയിൽ വള്ളത്തിലിടിച്ച് 3 പേർക്കാണ് പരിക്കേറ്റത്. അത്തനാസ്, അരുൾദാസൻ, ബാബു എന്നിവരെ പരിക്കുകളോടെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അത്തനാസിന്റെ പരിക്ക് ഗുരുതരമായിരുന്നു. തുടർന്ന് കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽപ്പെട്ട മറ്റ്9 പേരും നീന്തിക്കയറി. കഴിഞ്ഞ 3 ആഴ്ചയ്ക്കിടെ വള്ളം മറിഞ്ഞ് 4ാമത്തെ അപകട മരണമാണ് ഇത്. രാവിലെ 6 മണിയായപ്പോൾ നമ്മൾ വള്ളം ഇവിടെ നിന്ന് കടലിലോട്ട് ഇറക്കി നമ്മൾ 7 പേരുണ്ടായിരുന്നു. 7 പേരുമായിട്ട് വള്ളം ഓടിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും ഫസ്റ്റ് ഒരു തിര മറിഞ്ഞ് അങ്ങോട്ട് പോയി, 2ാമത്തെ തിരയും കയറിപ്പോയി, 3ാമത്തെ കടലാണ് വലിയ കടലായിട്ട് വന്നത്. അങ്ങനെ ആ കടലടിച്ചാണ് വള്ളം ചുമന്നത്. വള്ളം ചുമന്നിട്ട് അതിലൊരാൾ മരിച്ചു. സ്ഥിരം അപകടമുണ്ടാകുന്ന മുതലപ്പൊഴിയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് മര്യനാട്. 22 പേർക്കാണ് 4 അപകടങ്ങളിലുമായി സാരമായി പരിക്കേറ്റത്. മഴ ശക്തമാവുകയും കടൽക്ഷോഭമുണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അപകടം സ്ഥിരമാകുന്നത് എന്നാണ് വിലയിരുത്തൽ. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. നാവായിക്കുളം സ്വദേശിയായ യുവതിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ 8 പേർ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കണ്ണറവിളയിലും പേരൂർക്കടയിലും നേരത്തെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. അതിനു പിന്നാലെ നാവായിക്കുളത്തും രോഗബാധ റിപ്പോർട്ട് ചെയ്തത് ആശങ്ക കൂട്ടുന്നതാണ്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു സ്ത്രീക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിലെത്തിയ ഇവർക്ക് മറ്റ് ഗുരുതരമായ പ്രശ്നങ്ങളില്ല. ഇന്നലെ വൈകിട്ടാണ് ഇവരുടെ സ്രവപരിശോധനാ ഫലം ലഭിച്ചത്. വീടിന് സമീപത്തെ തോട്ടിൽ കുളിച്ചതായി യുവതി ആരോഗ്യപ്രവർത്തകരോട് പറഞ്ഞു. ഇവർ ഉൾപ്പെടെ 8 പേർ രോഗം സ്ഥിരീകരിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇതിൽ 6 പേർ കണ്ണറവിള സ്വദേശികളും ഒരാൾ പേരൂർക്കട സ്വദേശിയുമാണ്. കാവിൻകുളത്തിലെ കുളത്തിൽ കുളിച്ചവർക്കാണ് കണ്ണറവിളയിൽ രോഗം സ്ഥിരീകരിച്ചത്. എന്നാൽ പേരൂർക്കടയിലെ രോഗ ഉറവിടം സംബന്ധിച്ച് വകുപ്പിന് വ്യക്തതയില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിൽ ക്യാന്റീൻ ജീവനക്കാരും ട്രഷറി വകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ സംഘർഷം. വെള്ളം കിട്ടിയില്ലെന്ന് ആരോപിച്ച് ക്യാന്റീൻ മാനേജരെ മർദ്ദിക്കാൻ ശ്രമിച്ചു. ചോദ്യം ചെയ്തതോടെ കയ്യാങ്കളിയായി. ദൃശ്യം പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകർക്കെതിരെയും കയ്യേറ്റ ശ്രമം. സംഭവത്തിൽ ക്യാന്റീൻ മാനേജർ കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകി. ഭയങ്കര മോടാ, ഞങ്ങളെ കണ്ടിട്ടുള്ള സെക്രട്ടേറിയറ്റിനകത്ത് PR ചേംബറിന് സമീപത്തെ ക്യാന്റീനിലാണ് CPIM അനുകൂല സർവീസ് സംഘടനാ ജീവനക്കാർ തമ്മിലടിച്ചത്. സംഭവത്തെക്കുറിച്ച് NGO യൂണിയൻ ഭാരവാഹികൾ വിശദീകരിക്കുന്നത് ഇങ്ങനെ: സെക്രട്ടേറിയറ്റ് സബ് ട്രഷറിയിലെ ജീവനക്കാരനും NGO യൂണിയൻ പുത്തൻചന്ത ബ്രാഞ്ച് ഭാരവാഹിയുമായ അമൽ ക്യാന്റീനിൽ ഭക്ഷണം കഴിക്കാൻ എത്തുന്നു. കുടിവെള്ളം കിട്ടിയില്ലെന്നാരോപിച്ച് ഇയാൾ ജഗ് വലിച്ചെറിഞ്ഞു. ക്യാന്റീൻ ജീവനക്കാരന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. ഇതോടെ കണ്ടുനിന്ന മറ്റ് യൂണിയൻ പ്രവർത്തകർ ചോദ്യം ചെയ്ത് രംഗത്തെത്തുകയും കയ്യാങ്കളിയുണ്ടാവുകയുമായിരുന്നു. ക്യാന്റീനിൽ നടന്നതിന്റെ തുടർച്ചയായിരുന്നു സബ് ട്രഷറിക്ക് മുന്നിൽ ഉണ്ടായത്. മന്ത്രി MB രാജേഷിന്റെ വാർത്താസമ്മേളനം കഴിഞ്ഞ് മാധ്യമപ്രവർത്തകർ പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ഇത്. ഈ ദൃശ്യങ്ങൾ ഫോണിൽ ചിത്രീകരിച്ചപ്പോഴാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം ഉണ്ടായത്. ക്യാമറ തല്ലിപ്പൊട്ടിക്കുമെന്ന് ഭീഷണി. നീ എന്റെ മേത്ത് കൈവച്ചു, നീ എന്റെ മേത്ത് കൈവച്ചു, തിരിച്ചു കൈവെക്കുന്ന അല്ല എന്റെ സ്വഭാവം. പ്രശ്നം ഉണ്ടാക്കിയ അമൽ NGO യൂണിയൻ പ്രവർത്തകനാണെന്ന് സെക്രട്ടേറിയറ്റിൽ അപ്പോഴുണ്ടായിരുന്ന മറ്റ് NGO യൂണിയൻകാർക്ക് അറിയില്ലായിരുന്നു. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതിൽ KUWJ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും പ്രസ് ക്ലബ്ബും പ്രതിഷേധിച്ചു. അമലിന് എതിരെ ക്യാന്റീൻ ജീവനക്കാരൻ കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്റെ റിപ്പോർട്ടറൊക്കെ നീ ആരാടാന്ന് വിളിച്ചേ? എന്റെ റിപ്പോർട്ടറൊക്കെ നീ ആരാടാന്ന് വിളിക്കാൻ? എന്റെ റിപ്പോർട്ടറെ കയറി എടാന്ന് വിളിക്കാൻ നീ ആരാ? എന്റെ റിപ്പോർട്ടറെ കയറി എടാന്ന് വിളിക്കാൻ നീ ആരാ? അവന് പേരുണ്ട്, അവന് പേരുണ്ട്. നീ എന്റെ റിപ്പോർട്ടറെ നീ എന്തിനാണ് എടാന്ന് വിളിച്ചേ? ന്യൂസ് 18 തിരുവനന്തപുരം.
പത്തനംതിട്ട പന്തളത്ത് മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകൻ. പോലീസ് മർദ്ദനമേറ്റ പ്രവർത്തകനെ പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ച് മടങ്ങുമ്പോൾ സംഘർഷത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിനോട് ചോദ്യം ചോദിക്കുന്നതിനിടെയായിരുന്നു സംഭവം. മുതിർന്ന നേതാക്കളും പോലീസും ചേർന്നാണ് പ്രശ്നം തണുപ്പിച്ചത്. മാധ്യമങ്ങൾക്കെതിരെ അപകീർത്തി കേസെടുക്കുമ്പോൾ ജാഗ്രത വേണമെന്ന് ഹൈക്കോടതി. മതിയായ വസ്തുതകളുണ്ടെന്നും വിചാരണ കോടതികളിൽ ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യവും അറിയാനുള്ള ജനങ്ങളുടെ അവകാശവും ഹനിക്കും. മാധ്യമ സ്വാതന്ത്ര്യത്തിനുള്ള പ്രതിബദ്ധം ജനാധിപത്യത്തിലേക്കില്ല, ജനക്കൂട്ടത്തിന്റെ ആധിപത്യത്തിലേക്കാണ് നയിക്കുക. വാർത്ത നൽകാനുള്ള മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യവും വാർത്തകൾ അറിയാനുള്ള ജനങ്ങളുടെ അവകാശവും ജനാധിപത്യ രാജ്യത്ത് കൈകോർത്ത് പോകേണ്ടതാണെന്നും കോടതി. തൃശൂർ പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിംഗിൽ വിദ്യാർത്ഥികൾക്ക് ക്രൂരമർദ്ദനം. 5 വിദ്യാർത്ഥികൾ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. +2 വിദ്യാർത്ഥികൾ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് +1 വിദ്യാർത്ഥികളെ സ്ഥിരമായി മർദ്ദിക്കുന്നുവെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ഇത്തരം സംഭവങ്ങൾ അധ്യയന വർഷം മുതലേ ഉണ്ടായിരുന്നുവെന്നും സ്കൂൾ അധികൃതർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും രക്ഷിതാക്കളും ആരോപിച്ചു. ആലപ്പുഴയിൽ രഹസ്യമായി മറവു ചെയ്ത നവജാത ശിശുവിന്റെ മരണകാരണം പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായില്ല. മൃതദേഹം ജീർണിച്ച നിലയിലായിരുന്നതാണ് കാരണം. രഹസ്യമായി മറവ് ചെയ്യുന്നതിന് മുൻപ് കുഞ്ഞിനെ സൂക്ഷിച്ചത് ടെറസിന്റെ സൺഷെയ്ഡിലാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. നവജാത ശിശുവിന്റെ മൃതദേഹം തകഴിയിൽ രഹസ്യമായി മറവ് ചെയ്ത സംഭവത്തിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് പോലീസിന്. മരണം എങ്ങനെ സംഭവിച്ചുവെന്ന് ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാനാകൂ എന്ന് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ വ്യക്തമാക്കിയിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ കുഞ്ഞിന്റെ മരണകാരണം കണ്ടെത്താനായിട്ടില്ല. മൃതദേഹത്തിന്റെ ജീർണാവസ്ഥയായിരുന്നു തടസ്സം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം യുവതിയുടെ വീട് നിൽക്കുന്ന പ്രദേശത്തെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങി. കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാതെ ഇരു വീട്ടുകാരും ചേർന്ന വിവാഹം അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമായിരുന്നെന്ന് വാർഡ് മെമ്പർ ബോബി ചാക്കോ പറഞ്ഞു. ഇവിടുന്ന് മൃതദേഹം കുട്ടിയുടെ ബന്ധു ഏറ്റെടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ ശ്മശാനത്തിൽ സംസ്കരിക്കും. അതിൻ്റെ NOC കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് കൊണ്ടുപോയി പറയാനായിട്ടില്ല. റിപ്പോർട്ടുകൾ കിട്ടാനുണ്ട്, ഒന്നും പറയാനായിട്ടില്ല. ഓക്കെ. സംഭവത്തിൽ യുവതിയെയും ആൺസുഹൃത്ത് തകഴി സ്വദേശി തോമസ് ജോസഫ്, മൃതദേഹം മറവ് ചെയ്യാൻ ഇയാളെ സഹായിച്ച തകഴി കുന്നുമ്മ സ്വദേശി അശോക് ജോസഫ് എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രസവ ദിവസം പുലർച്ചെയാണ് ഗർഭാവസ്ഥ സംബന്ധിച്ച് തോമസിന് വിവരം ലഭിച്ചതെന്നാണ് മൊഴി. ഈ സമയം തകഴിയിലെ അശോകിന്റെ വീട്ടിലായിരുന്നു ഇയാൾ. പ്രസവ വിവരം അറിഞ്ഞ് ബോധരഹിതനായി തോമസ് വീണെന്നും അതുകൊണ്ടാണ് യുവതിയുടെ വീട്ടിലേക്ക് കൂടെ പോയതെന്നുമാണ് കേസിലെ 3ാം പ്രതിയായ അശോകിന്റെ മൊഴി. ചെല്ലുമ്പോൾ വീടിന്റെ ടെറസിന്റെ സൺഷെയ്ഡിൽ കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കുഞ്ഞ്. റിമാൻഡ് ചെയ്യപ്പെട്ട യുവതി സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിലാണ്. ഇവരെ കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പോലീസിന് ചോദിച്ചറിയാനാകൂ. ന്യൂസ് 18 ആലപ്പുഴ. തൊടുപുഴ നഗരസഭാ ഭരണം നിലനിർത്തി LDF. കോൺഗ്രസുമായുള്ള തർക്കമാണ് പിന്നാലെ ലീഗ് അംഗങ്ങൾ LDFന് വോട്ട് ചെയ്തതോടെ ഭരണം നിലനിർത്തിയത്. CPMലെ സബീന ബിഞ്ചുവാണ് നഗരസഭാ അധ്യക്ഷ. നഗരസഭാ കാര്യാലയത്തിന് പുറത്ത് ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. അതിന്റെ വീട്ടിലേക്കട്ടോ. പത്തനംതിട്ട തുമ്പമൺ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ CPM നേതാക്കൾ കള്ളവോട്ട് ചെയ്തെന്ന ആരോപണം. CPM ലോക്കൽ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കെതിരെയാണ് കോൺഗ്രസിന്റെ ആരോപണം. കൂടൽ ലോക്കൽ സെക്രട്ടറി ഉന്മേഷ്, കൂനമ്പാറ ബ്രാഞ്ച് സെക്രട്ടറി ദീപു തുടങ്ങി ഒട്ടേറെ പ്രാദേശിക നേതാക്കൾ കള്ളവോട്ട് ചെയ്തെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് കേസിൽ 3 ജീവനക്കാർക്ക് കൂടി സസ്പെൻഷൻ. ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തത് നഗരസഭാ ചെയർപേഴ്സൺ സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സെഷൻ സൂപ്രണ്ട് അടക്കമുള്ളവർക്കെതിരെയാണ് അച്ചടക്ക നടപടി സ്വീകരിച്ചത്. പുലിക്കളി നടത്തണമെന്നാവശ്യപ്പെട്ട് 9 പുലിക്കളി സംഘങ്ങൾ തൃശൂർ മേയർക്ക് സംയുക്ത നിവേദനം നൽകി. പുലിക്കളി ഒരുക്കങ്ങളുടെ ഭാഗമായി ഓരോ ടീമിനും 3 ലക്ഷത്തിലധികം രൂപ ഇതിനോടകം ചിലവായി. പുലിക്കളി നടത്താതിരുന്നാൽ സാമ്പത്തിക നഷ്ടം താങ്ങാനാവില്ലെന്നും ടീമുകൾ. പുലിക്കളി വേണ്ടെന്ന് വെച്ച തീരുമാനം പുനഃപരിശോധിക്കണമെന്നും നടത്താത്ത പക്ഷം തങ്ങൾക്കുണ്ടായ ബാധ്യത കോർപ്പറേഷൻ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത്.
ഓണത്തിന് അവധിയില്ലെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവ്. SP V അജിത്താണ് ഉത്തരവിറക്കിയത്. സെപ്റ്റംബർ 14 മുതൽ 18 വരെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവധിയില്ലെന്നാണ് SPയുടെ ഉത്തരവ്. ഉത്തരവിനെതിരെ ഉദ്യോഗസ്ഥർ രംഗത്തെത്തി. അതേസമയം കൂട്ടവധി അനുവദിക്കില്ലെന്നാണ് ഉദ്ദേശിച്ചതെന്ന് SP പിന്നീട് വ്യക്തമാക്കി. ജേർണലിസ്റ്റ് മീഡിയ ക്ലബ് പുരസ്കാരം ന്യൂസ് 18 ക്യാമറമാൻ ഷിബ്ജു ചവറയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. ജേർണലിസ്റ്റ് മീഡിയ ക്ലബ് വാർഷികമായ 28-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. മന്ത്രി ചിഞ്ചു റാണിയാണ് കേസരി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്യുക. ചൂരൽമാല ഉരുൾപൊട്ടലിന്റെ ഭീകരത ഇപ്പോഴും ശ്വാസമടക്കി പിടിച്ചേ സുദർശനും അമ്മയ്ക്കും ഓർത്തെടുക്കാനാകൂ. സുദർശനും അമ്മ ഭവാനിയും വീടിന്റെ ടെറസിൽ കയറി നിന്നതിനാൽ ആണ് ജീവൻ തിരിച്ചു കിട്ടിയത്. വീടിനകത്ത് ചെളിയും വെള്ളവും നിറഞ്ഞപ്പോൾ പരിസരങ്ങൾ കല്ലുകളും മരങ്ങളും വന്നടിയുകയായിരുന്നുവെന്ന് സുദർശനൻ പറഞ്ഞു. ജൂലൈ 30 പുലർച്ചെ 1:30 മലമുകളിൽ നിന്ന് വൻ ശബ്ദം കേട്ടാണ് സുദർശനും അമ്മ ഭവാനിയും ഞെട്ടിയെഴുന്നേറ്റത്. മണ്ണും വെള്ളവും കുത്തിയൊഴുകി വീടിനുള്ളിലേക്ക് കയറി. രോഗിയായ അമ്മയെയും ചുമന്ന് സുദർശൻ വീടിൻ്റെ ടെറസിൽ കയറി. അയൽപ്പക്കങ്ങളിൽ നിന്നൊക്കെ കൂട്ടക്കരച്ചിലുയർന്നതായി സുദർശൻ ഓർക്കുന്നു. ഏണി ചാരിക്കൊടുത്തും സാരി കൊണ്ട് വടമുണ്ടാക്കിയും അയൽപ്പക്കത്തെ 25ഓളം പേരെയും ടെറസിലെത്തിച്ചു. ഇതിനിടെ വൻ ശബ്ദത്തോടെ കല്ലും മണ്ണും മരങ്ങളും ഒഴുകിയെത്തി. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങൾ. ശ്വാസമടക്കിപ്പിടിച്ച് രാവിലെ 6 മണിവരെ ടെറസിൽ കഴിച്ചുകൂട്ടി. അപ്പോഴേക്കും രക്ഷാപ്രവർത്തകരെത്തി. ഞാൻ 10:30 അമ്മേനോട് പറഞ്ഞ് കിടന്നു. അമ്മ ഒരു 8:30 മരുന്ന് കഴിച്ച് കിടക്കുന്ന ആളാണ്. അമ്മ കിടന്നു. ഞാനിവിടെ ഈ റൂമിൽ TV കണ്ട് കിടക്കുകയായിരുന്നു. ഒരു 10:30 കയറി കിടന്നു. 1 മണിയായി കാണും തോന്നുന്നു. സമയമൊന്നും അറിയില്ല. ഞാൻ കിടന്ന് മേശപ്പുറത്ത് എൻ്റെ കാര്യങ്ങൾ സ്വർണ്ണവും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ അയച്ചു വെച്ചിട്ട് കിടന്നതാണ്. കിടന്നൊരു 1 മണിയായി കാണും. 1 മണിക്ക് എണീറ്റ് പെട്ടെന്ന് സൗണ്ട്, ഭയങ്കര മുഴക്കവും എന്തൊക്കെയോ സൗണ്ട് കേട്ടു. പെട്ടെന്ന് എണീറ്റ് കട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഏകദേശം മുട്ടിന്റെ ആ ലെവലിന് ചളി, മണ്ണ് എല്ലാം വന്നടിഞ്ഞിരുന്നു. ഓടി വന്ന് അമ്മേന്റെ റൂമിലോട്ട് വന്നു. അമ്മ എണീക്കെന്ന് പറയുമ്പോഴേക്കും ഏകദേശം അരേന്റെ മുകളിലോട്ട് വെള്ളവും ചളിയുമാണ്. എല്ലാം കട്ടിലും മലമാരയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു കിടക്കുന്നു. പോകാൻ മാർഗ്ഗമില്ല, ലൈറ്റില്ല. അപ്പം തന്നെ ഞാൻ അമ്മേനോട് പറഞ്ഞു, നമ്മളിവിടെ തന്നെ നമ്മളെ ലൈഫ് പോയി കഴിഞ്ഞമ്മേ, നമ്മൾ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എങ്ങനെയൊക്കെ ഞാൻ അമ്മേനെ എടുത്ത് തോളിൽ കയറ്റി മുകളിലോട്ട് എത്തിച്ചു, വീടിന്റെ മണ്ടയിൽ എത്തിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് അത് സേഫാന്ന് വെച്ചിട്ട് ഞാൻ ഡ്രസ്സെല്ലാം അമ്മയ്ക്ക് ഒരു ടീഷർട്ട് ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ടീഷർട്ടൊക്കെ എടുത്ത് കൊടുത്തു. അപ്പോൾ സേഫായി. ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒരു 3 മണിയോ എന്താ അറിയില്ല, സമയമൊന്നുമല്ല. അപ്പോഴേക്കും ആ ഫസ്റ്റ് പൊട്ട് തന്നെ ജനങ്ങളൊക്കെ മേലെ കൂടെ വന്ന് ടോർച്ചൊക്കെ അടിച്ച് നോക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ എന്താണെന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഇതിലെ വെള്ളം ഒലിച്ചു പോകുന്നു. ആ സമയത്ത് ഫസ്റ്റത്തെ ഇതിൽ ഫ്രണ്ടിൽ ഫുള്ള് മരങ്ങളാണ്. ഇതിൻ്റെ മുകളിൽ മരങ്ങളാണ്. എൻ്റെ ജീപ്പ് അവിടെ നിർത്തിയിട്ടുണ്ടായത്. മുകളിൽ നിന്ന് ഞാൻ ഇതെല്ലാം നോക്കുമ്പോൾ ജീപ്പൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ വെച്ച് ജീപ്പെല്ലാം എല്ലാം പോയിട്ടുണ്ട്, കാണുന്നില്ല. രണ്ടാമത്തെ പൊട്ട് വരുമ്പോൾ ഇങ്ങനെ ലൈവായിട്ട് ഇവിടുന്ന് മേലെ ഇങ്ങനെ വലിയ വലിയ പാറയും മരങ്ങളും എല്ലാം കൂടി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച അമ്മേനോട് പറഞ്ഞു, ഇനി നമുക്ക് ജീവിതമല്ല, നമ്മൾ തീർന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു. റാണിമല എസ്റ്റേറ്റിലെ തൊഴിലാളിയായിരുന്നു സുദർശൻ. പിന്നീട് 6 വർഷത്തോളം പ്രവാസ ജീവിതം. 1/2 ഏക്കർ സ്ഥലവും വീടും ജീവിതോപാധിയായ ജീപ്പും ഉരുളെടുത്തു. ജീവിതമാർഗവും കുടിയിരിപ്പും ഉരുളെടുത്തപ്പോൾ ദാനം പോലെ ലഭിച്ച ജീവിതം. സുദർശനെ പോലുള്ളവർക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയുള്ളൂ. ഇനി അങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഇവരെ പോലുള്ളവർക്ക് വ്യക്തതയില്ല. ചൂരൽമലയിൽ നിന്ന് ക്യാമറാമാൻ ശ്രീജിത്ത് C. കല്ലുമുട്ടിക്കൊപ്പം S. വിനേഷ് കുമാർ, ന്യൂസ് 18. CPMന്റെ കാട്ടാക്കട പാർട്ടി ഓഫീസിൽ ആക്രമണം. രാത്രി 9:30യോടുകൂടിയായിരുന്നു സംഭവം. ഇരുചക്ര വാഹനങ്ങളിലെത്തിയ 20ഓളം പേരാണ് പാർട്ടി ഓഫീസിലേക്ക് ആക്രമണം നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട 4 പേരെ കാട്ടാക്കട പോലീസ് പിടികൂടി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് ആക്രമണം നടത്തിയതെന്നാണ് സൂചന. ആക്രമണം നടത്തിയത് SDP പ്രവർത്തകരാണെന്ന് CPI നേതൃത്വം ആരോപിച്ചു. പാർട്ടി ഓഫീസിലെത്തിയ അക്രമികൾ ക്യാരംസ് കളിച്ചുകൊണ്ടിരുന്ന പ്രവർത്തകരെ ആക്രമിക്കുകയും പ്രദേശങ്ങളും കസേരകളും തല്ലി തകർക്കുകയും ചെയ്തു. വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായാണ് ആക്രമണം നടത്തിയതെന്ന് ഏരിയ സെക്രട്ടറി അറിയിച്ചു.
ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.